പേര് വോട്ടർ ലിസ്റ്റിലുണ്ടോ എന്ന് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ലിങ്കിൽ നേരെ ചെല്ലാം. സെർച്ച് ബൈ എപ്പിക് നമ്പർ. വേറെ ഒന്നും ചെയ്യേണ്ട. എപ്പിക് നമ്പർ എൻ്റർ ചെയ്യാം. നമ്മൾ ആരെ സെർച്ച് ചെയ്യുന്നത് അവരുടെ എപ്പിക് നമ്പർ എൻ്റർ ചെയ്യാം. എന്നിട്ട് സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം. കേരള സ്റ്റേറ്റ് സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ക്യാപ്ച ഫില്ല് ചെയ്യാം. അതിന് ശേഷം സെർച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വന്നു എപ്പിക് നമ്പർ, നെയിം വന്നിട്ടുണ്ട്, ഏജ്, ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ വന്നു. അപ്പാൻ്റെ പേരുണ്ട് ഇവിടെ. അതിന് ശേഷം നമ്മുടെ അസംബ്ലി ഏതാണ് നമ്പർ, അസംബ്ലി നമ്പർ 50 വന്നിട്ടുണ്ട്. പാർട്ട് നമ്മുടെ വോട്ടർ ബൂത്ത് നമ്പറാണ് കേട്ടോ. ഇത് നിലവിലെ പുതിയ ബൂത്ത് നമ്പറാണിത്. സ്കൂളിൻ്റെ പേരുണ്ട് ഇവിടെ. പാർട്ട് നമ്പർ, സീരിയൽ നമ്പർ 129. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പട്ടിക ഉണ്ടാവും. നമ്മുടെ ബിയോലത്തെ പട്ടിക ഉണ്ടായിരിക്കും. ആ പട്ടികയിൽ ഈ 129 വെച്ച് കഴിഞ്ഞാൽ ആളുടെ ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ എപ്പിക് നമ്പർ വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഫാമിലിയുള്ള ആദ്യം നമുക്ക് ആ എന്യൂമറേഷൻ ഫോമിൻ്റെ മുകളിൽ എപ്പിക് നമ്പർ ഉണ്ടായിരിക്കും. നമ്മളെല്ലാം ഫില്ല് ചെയ്തില്ല കഴിഞ്ഞ മാസം. ഒരു കോപ്പി നമുക്ക് BLO തിരിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ വീട്ടിലെ എല്ലാവരുടെയും ലിസ്റ്റ് ഉണ്ടോയെന്നൊന്ന് നോക്കിക്കോളി.